ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സെൽഫിയുടെ ഇതായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കും, നിങ്ങൾ ഫസ്റ്റ് വിചാരിക്കുമായിരിക്കും. ഇന്ന് വേറെ ഒന്നുമില്ല, ഇന്ന് എൻ്റെ കുഞ്ഞയുടെ വീട് പാലിയാച്ചാണ്. സോ പാലിയാച്ചിന് പോകുന്ന ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ടൂ വീലറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചിത്തയുടെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സോ ഞാൻ ടൂ വീലറിലായതുകൊണ്ട് എനിക്ക് ജസ്റ്റ് അതിൻ്റെ ക്ലിപ്പിങ്സ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവിടെ വന്നിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാനും ചിത്തിയും അമ്മാമ്മയും എൻ്റെ അനിയനും ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. സോ അപ്പോൾ പാലിയാച്ചൻ്റെ കുഞ്ഞയുടെ വീട് വന്നിട്ട് വെള്ളനാട് കുതിരവട്ടം ആ ഒരു പ്ലേസിലാണ് വരുന്നത്. കറക്റ്റ് ലൊക്കേഷൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇന്ന് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ജസ്റ്റ് ഒരു വിഷ്വൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ ചിത്തി, ഞങ്ങൾ മൂന്നുപേരും കൂടെ ആയിരുന്നു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വിഷ്വൽ കാണാൻ പക്ക ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു ലെവലായിട്ടുള്ള ഇതൊക്കെയായിരുന്നു കേട്ടോ. ഗ്രീനറി കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മേഘത്തിൻ്റെ ആ ഒരു ക്ലൗഡിൻ്റെയൊക്കെ സെറ്റ് വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോകുന്ന വഴിയുള്ള കാഴ്ചകൾ. പിന്നെ ഈ ഒരു ഇവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്ലേസായിരുന്നു. ഈ ഒരു ഗ്രീനറിയിൽ നിന്ന് ഒരുപാട് വീട് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ കുന്നും മലയും ഇതുപോലെ ചരിവ് ഇറക്കം അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഈ നമ്മൾ പോകുന്ന വെള്ളനാട് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോയിൽ. ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പം വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ എത്തി. ഇതാണ് എൻ്റെ സിത്തി. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയനാണ്. ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടാണ് അവ എടുക്കുന്നത് ഈ വീഡിയോയൊക്കെ. എന്നെ ഒരുപാട് ട്രോളുകൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ എനിക്ക് എടുത്തു തരുന്നത്. ഇതാണ് എൻ്റെ അനിയൻ, ആ ഒരു ബ്ലാക്കും വൈറ്റ് ഷർട്ട് ഇട്ടുന്നത്. ഫേസ് കാണിക്കലെന്ന് എൻ്റെ ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ജസ്റ്റ് വീഡിയോ എടുക്കുന്നതിനോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു വീടിൻ്റെ കാഴ്ചകളായിട്ട്. ജസ്റ്റ് അവിടെ ഒരു മിറർ കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ. സോ നടുക്ക് നിൽക്കുന്ന എൻ്റെ അമ്മാമ്മ, മറ്റേത് അനിയൻ, ചിത്തി. ഇതായിരുന്നു ആ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ജസ്റ്റ് വീഡിയോ പോലെ ആയതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അവിടെ ഞങ്ങളുടെ അമ്മാമ്മ, ആൻറ്റി, ചിത്തി, അമ്മാമ്മ, അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചു. കാരണം കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഫാമിലി ടുഗദർ പോലെ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ. വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണതാണ്. അപ്പോൾ ഞാൻ അവനെ നോക്കുമെന്ന് പറഞ്ഞിട്ട് നോക്കണേ ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് കൈയൊക്കെ വെച്ച് മറച്ച് ഇരിക്കുന്ന ഒരു സീനാണിത്. ഇതായിരുന്നു വീടിൻ്റെ വെളിയിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ. ലൈറ്റിങ്സും ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ ഒരു ബലൂണോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയ കട്ടിലാണ് അവർ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആദ്യം അപ്പവും ചിക്കനും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ബിരിയാണി ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇതെന്ന് പറയുന്നത് അവിടെ ടാർപോളിനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിയിലായിരുന്നു ഫുഡ് കാര്യങ്ങൾ തന്നത്. അതാണ് ആ ഒരു കളറിൽ ആ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കാര്യം പറയുന്ന അവിടെ വന്നിരുന്നത് എൻ്റെ അപ്പച്ചൻ, ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് എൻ്റെ അമ്മാമ്മ ചിത്തി. ഇവിടെ ഇരുന്നിട്ട് അവർ കുടുംബകാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഇതെൻ്റെ അനിയത്തി, അങ്കിളിൻ്റെ മോളാണ് എൻ്റെ അനിയത്തി. പിന്നെ ഇവിടെ കൂടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ആൻറ്റി ആയിരുന്നു അത്. പിന്നെ പിള്ളേരെ സെറ്റ് കിട്ടിയപ്പോൾ പിന്നെ ഫുൾ കളിയായി ബഹളമായി. പിന്നെ ഇതെൻ്റെ ചേച്ചി. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഓടി വന്നിട്ട് ഫോട്ടോ ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ ഫോട്ടോ അല്ല, യൂട്യൂബിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോസ് തന്നതാണ് ഇതൊക്കെ. എൻ്റെ അങ്കിൾ അപ്പുറത്ത് ഇരുന്നത്, മമ്മി, കൊച്ച്, വീണ്ടും അമ്മാമ്മ, എല്ലാവരും ഇവരൊക്കെയാണിത്. എല്ലാം ഫുൾ റിലേറ്റീവ്സൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഈ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ കുഞ്ഞമ്മയുടെ വീടാണ് ഈ പാലിയാച്ച് ഇപ്പം നടക്കുന്നത്. അങ്ങനെ വീണ്ടും അടുത്ത ഒരു കൊച്ചിനെ കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ കളിക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. ബാക്കി കൂടെ വന്ന് ഈ ബലൂണ് തട്ടിപ്പറിക്കാൻ നോക്കി. പക്ഷേ വഴക്ക് കൊടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ ഇരുത്തിയിരുന്നു. ഞങ്ങൾ മറ്റേ ഒളിച്ചേ കണ്ട് ആ ഒരു കളിയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് പാട്ട് പാടിത്തരാൻ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പാട്ടൊക്കെ പാടിത്തന്നു. ഇതെൻ്റെ അനിയനാണ്, ചേച്ചിയുടെ മോനാണ്. ഇവന് സെയിം
പാട്ടൊക്കെ പാടി തന്നതാണ് കേട്ടോ. പച്ച പരിഷ്കാരി ആ ഒരു സോങ്ങൊക്കെ പാടി തന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങളുടെ കുറച്ച് ഇതൊക്കെ പിന്നെ ഇവന് ടെറസിന് വണ്ടിയെ പോയപ്പോൾ ജസ്റ്റ് ഹായ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നിട്ട് ഹായ് കാണിക്കുന്ന ഒരിതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ജസ്റ്റ് ആ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു നടുക്ക് റോഡ് പോലെയുണ്ട്. അത് റോഡല്ല, ജസ്റ്റ് ആ ഒരു വഴി, നോർമൽ വഴി. ആ വഴി കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ഉള്ള ജസ്റ്റ് ഒരു വ്യൂ ആണിത്. അപ്പോൾ ലാസ്റ്റ് ഇതാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഒറ്റ ഫ്രെയിമിൽ വന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പാല്യാഴ്ച വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.